വളരെ വേദനിപ്പിക്കുന്ന വാർത്തയിലേക്കാണ് ആദ്യം നമുക്ക് പോകേണ്ടി വരുന്നത്. ചിക്കമംഗളൂരുവിൽ മരിച്ച ശ്രീനന്ദിയുടെ മൃതദേഹം ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുകയാണ് ആയിരങ്ങൾ. അവിടെ 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. അരുൺ, ഏറെ വേദനയോടെയാണ് ശ്രീനന്ദയുടെ വിയോഗം നമ്മെ തേടിയെത്തിയത്. നാടും നഗരവും കേരളവും ഒക്കെ നെഞ്ചുപൊട്ടി വിതുമ്പുകയാണ് ആ മകൾക്ക് വേണ്ടി. ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുകയാണ്? ഒപ്പം സംസ്കാര ചടങ്ങുകൾ എപ്പോഴാകും അരുൺ? അശ്വതി, പൊതുദർശനം ഇപ്പോൾ വീട്ടിലെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കടമ്പഴിപ്പുറത്തെ വസതിയിൽ നിന്നും ഐവർ മഠത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഏകദേശം 1:45 തന്നെ ഈ ഭൗതിക ശരീരം ഐവർ മഠത്തേക്ക് എത്തും. തുടർന്ന് 2 മണിയോടുകൂടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വൈകാരികമായ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദിയുടെ വീട്ടിൽ ഉണ്ടായത്. കാരണം ഒരു നാടൊന്നാകെ തേങ്ങുന്ന ഒരു സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി 40 അംഗ സംഘം ഒരു വിനോദയാത്രയ്ക്കായി ഈ ചിക്കമംഗളൂരു ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് പോയി. ആദ്യം ഹംപിയിലേക്കായിരുന്നു അവർ പോയത്. ഹംപിയിൽ നിന്നും പിന്നീട് ചിക്കമംഗളൂരുവിലേക്ക് പോയി. ആ ചിക്കമംഗളൂരുവില് മാണിക്യധാര വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടവും അവിടുത്തെ ചെക്കുത്തായ മലനിരകളും മറ്റുമൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനായിട്ടായിരുന്നു ആ സംഘം അവിടേക്ക് എത്തിയത്. 7-ാം തീയതി 4-ാം തീയതി യാത്ര പുറപ്പെട്ട സംഘം അവിടേക്ക് എത്തിയത് 7-ാം തീയതിയാണ്. 7-ാം തീയതി ആ മലനിരകളും മറ്റുമൊക്കെ കണ്ട് ആസ്വദിച്ച് രാത്രിയോടെ അവർ അവിടെ നിന്നും നാട്ടിലേക്ക് തിരിക്കുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. ഒപ്പം നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് ഒരു 5:30 ഈ കുട്ടിയുടെ കാണാതാവുന്നത്. തുടർന്ന് ആ കുട്ടിക്ക് വേണ്ടി വലിയ ടെസ്റ്റ് നടത്തി 1500 അടി താഴ്ചയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം ആ ഒരു തീർച്ചയായും അരുൺ, അത് തന്നെയാണ്. 1500 അടി താഴ്ചയിൽ പൊളിഞ്ഞത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ്. ആ 14 വയസ്സുകാരുടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ പ്രതീക്ഷകളാണ്. അങ്ങനെ വളരെ വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നെഞ്ചു പൊട്ടുകയാണ് പാലക്കാട് നാടിന്റെ. കണ്ണീരോടെ വിട ചൊല്ലുകയാണ് നാട്. ഒപ്പം കേരളവും. ചിക്കമംഗളൂരിൽ മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണെന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അരുൺ അവിടെ നിന്നും പങ്കുവെക്കുന്നത്.